ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു മൂന്നാമത് കേന്ദ്രത്തിൽ സർക്കാർ അധികാരമേറ്റു. സഖ്യകക്ഷികളുടെ ബലത്തിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ വെച്ച് നോക്കിയാൽ മികച്ച പ്രകടനമാണ് കോൺഗ്രസ് പാർട്ടി പുറത്തെടുത്തത്. വയനാട് മണ്ഡലം രൂപീകരിച്ചത് മുതൽ കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയാണ് വയനാട് മണ്ഡലം. പേര് വയനാടാണെങ്കിലും ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് ചുരത്തിന് താഴെയുള്ള 4 മണ്ഡലങ്ങൾ. 2 തവണ മത്സരിച്ചപ്പോഴും രാഹുൽ ഗാന്ധിക്ക് മികച്ച ഭൂരിപക്ഷമാണ് വയനാട് മണ്ഡലം നൽകിയത്. രാഹുൽ ഗാന്ധിയുടെ പരമ്പരാഗത മണ്ഡലമായ അമേഠി പോലും കൈവിട്ടിട്ടും വയനാട് രാഹുലിന് മികച്ച ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചു. ഇത്തവണയും രാഹുൽ 2 മണ്ഡലങ്ങൾ പ്രതിനിധീകരിച്ചു. അമ്മ സോണിയാഗാന്ധി പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്ന റായ്ബറേലിയിലും വയനാട്ടിലുമാണ് രാഹുൽ മത്സരിച്ചത്. ഇതിൽ 2ലും രാഹുൽ മത്സരിച്ചതോടെ വയനാട് രാഹുൽ ഒഴിഞ്ഞേക്കുമെന്നാണ് KPCC പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കുന്നത്. കോൺഗ്രസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വയനാട്ടിൽ രാഹുലിന്റെ സ്നേഹത്തിന്റെ കട അടയ്ക്കുന്നു. UPയിൽ രാജിവെക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. മൂന്നാമത് മോദി സർക്കാർ അധികാരമായിട്ട സാഹചര്യത്തിൽ തിരിച്ചടി ഉണ്ടായേക്കാം. ഇത് മുന്നിൽ കണ്ടാണ് രാഹുൽ റായ്ബറേലി നിലനിർത്തി വയനാട് ഒഴിയുന്നത്. ലീഗിന് ഏറെ സ്വാധീനമുള്ള മണ്ഡലത്തിൽ റായ്ബറേലിയിൽ നേരിടുന്ന വെല്ലുവിളികളൊന്നും വയനാട്ടിലില്ല. ആരെ നിർത്തിയാലും ജയിച്ചു കയറാം എന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടൽ. പ്രിയങ്ക തന്നെ മത്സരിക്കാൻ വരണമെന്നാണ് നേതാക്കളും പ്രവർത്തകരും പറയുന്നുണ്ടെങ്കിലും പ്രിയങ്ക മത്സരിക്കുന്നതിൽ തീരുമാനമായിട്ടില്ല. സംസ്ഥാന നേതാക്കൾ തന്നെ മത്സരിക്കാനാണെങ്കിൽ വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിടുന്നത് ജനവികാരം എതിരാകുമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. ലീഗിന് ഏറെ സ്വാധീനമുള്ള മണ്ഡലത്തിൽ ഒരുപക്ഷെ ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള ആരെങ്കിലും മണ്ഡലത്തിലെത്തിയില്ലെങ്കിൽ മുസ്ലിം ലീഗ് സീറ്റിനായി അവകാശവാദം ഉന്നയിച്ചേക്കാം. അതുകൊണ്ട് തന്നെ പ്രിയങ്ക തന്നെ മത്സരിക്കണം എന്നുള്ള ആവശ്യത്തിലാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം. ഒരുപക്ഷെ പ്രിയങ്ക മത്സരിച്ചില്ലെങ്കിൽ സീറ്റിനായുള്ള തർക്കവും ഉടലെടുത്തേക്കാം. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം എന്തായിരിക്കും എന്നുള്ള കാത്തിരിപ്പിലാണ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം.